ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ചൈനയുമായി ചർച്ച നടത്തിയിരിക്കുകയാണിപ്പോൾ ഇന്ത്യ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായിട്ടാണ് സംസാരിച്ചത്. അതിർത്തിയെ സാഹചര്യവും ആക്രമണത്തിന്റെ വിശദാംശങ്ങളും ചർച്ചയായി എന്നാണ് വിവരം. അമിത്ഷാ പാകിസ്ഥാനുമായും നേപ്പാളുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും അടിയന്തിരമായിട്ടുള്ള സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. നേരത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി കേന്ദ്ര സർക്കാർ ബന്ധപ്പെടുകയും ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തി കടന്നിട്ടുള്ള ആക്രമണമായതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യവുമാണ്. അതുകൂടി കണക്കിലെടുത്താണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. അതുപോലെ IMF പാകിസ്ഥാന് നൽകുന്ന വായ്പയെ സംബന്ധിച്ച നിർണായകമായ യോഗം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ രാത്രി നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പാക് സർക്കാരിന് വലിയ രൂപത്തിൽ പ്രതിസന്ധിയായി. ആ തലവേദനയെ മറികടക്കുന്നത് എങ്ങനെയാണ് എന്ന് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ ചൈനയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചത്. ഇന്നലെ പുലർച്ചെ 1:05 മുതൽ 1:30 വരെ നീണ്ടുനിന്ന ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയത്. പാകിസ്ഥാനിലെ ഭവൽപൂർ, മുറീദിക്കെ, സിലാൽകോട്ട്, കോട്ട്ലി, ബിംബീർ, ടെഹ്റാൻ കലാൻ, മുസാഫറാബാദ് എന്നിവിടങ്ങളിലൊക്കെയായി 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ മിസൈലുകൾ തകർത്തത്. 1:45 അത് ആദ്യ വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തിന്റെ വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസറിന്റെ കുടുംബത്തിലെ 14 പേരടക്കം 32 പേർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിൽ 90 ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണം ലൈവായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും രാത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്നു. സംയുക്ത സൈനിക മേധാവിയോടും സൈനിക മേധാവിമാരോടും പ്രധാനമന്ത്രി നേരിട്ട് തന്നെ സംസാരിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയെ നേരിട്ട് കാര്യങ്ങൾ അറിയിച്ചു. പാകിസ്ഥാന് തൊട്ടടുത്തുള്ളതും വ്യോമാക്രമണത്തിന് സാധ്യതയുള്ളതുമായിട്ടുള്ള രാജ്യത്തെ 10 വിമാനത്താവളങ്ങൾ അടച്ചിട്ടു ഇന്ത്യ. ഈ ഒരു സൈനിക കേന്ദ്രത്തെ പോലും ആക്രമിച്ചിട്ടില്ല എന്നും തകർത്തത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വ്യക്തമാക്കി ലോകരാജ്യങ്ങളോട്. പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറൈഷി പറഞ്ഞു. വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. പിന്നാലെ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ച പാകിസ്ഥാൻ പാക് സൈന്യത്തിന് തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടയിൽ രാവിലെ പാകിസ്ഥാൻ സൈന്യം പൂഞ്ചിലും ഉറിയിലും വീടുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഉയർന്ന മലമുകളിൽ നിന്ന് വീടുകൾക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ പൂഞ്ചിൽ മാത്രം 10 നാട്ടുകാർ കൊല്ലപ്പെട്ടു. 44 പേർക്ക് പരിക്കേറ്റു. തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം 3 പാകിസ്ഥാൻ സൈനികരെ വധിച്ചു. മർമ്മത്തിൽ തന്നെ പ്രഹരിക്കുക, സിംഹത്തിന്റെ മടയിൽ കയറി ആക്രമിക്കുക, അടിക്കുമ്പോൾ തലയ്ക്കടിക്കുക എന്നത് തന്നെയാണ് ചൊവ്വാഴ്ച രാത്രിയോടുകൂടി ഇന്ത്യൻ സേന നടത്തിയ തിരിച്ചടിയുടെ കാതൽ. വലിയ രൂപത്തിൽ ആൾനാശം വരുത്തുന്നതിന് പകരം ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങൾ തകർക്കുക. ഇനി അവർക്കൊന്ന് ഒരുമിച്ച് കൂടാനോ ആയുധ പരിശീലനം നടത്താനോ ഗൂഢാലോചനകൾ നടത്താനോ അവർക്ക് സേഫ് ആണ് എന്ന് തോന്നുന്ന ഒരു സ്ഥലം ഇല്ലാതാക്കുക. അവർ സേഫ് ആണ് എന്ന് തോന്നിയിരുന്ന സ്ഥലം തകർത്തു. ഇനി ഏത് സ്ഥലത്ത് നമ്മൾ പോയി ഒരുമിച്ച് കൂടിയാലും ശരി, ഇതുപോലെയുള്ള ഭീകരാക്രമണം ഉണ്ടാകുമോ എന്ന ഒരു ഭയം ജനിപ്പിക്കുക എന്ന തന്ത്രം തന്നെയാണ് നരേന്ദ്രമോദി ഇവിടെ വർക്കൗട്ടാക്കിയത്. ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ശൃംഖലകൾ വെട്ടിമാറ്റുക എന്നത് തന്നെയായിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ സർജാലിലെ ടെഹ്റാ കലാൻ ഗ്രാമത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം തകർത്തതോടെ ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചു എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആധുനിക വിനിമയ സംവിധാനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഈ ഭീകരവാദ വളർത്തു കേന്ദ്രം ഏറെക്കാലമായി ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തലവേദനയായി മാറുകയായിരുന്നു. ജെയ്ഷെയുടെ ആസൂത്രണത്തിന്റെയും അതുപോലെ ഭീകരവാദികളുടെ റിക്രൂട്ടിങ്ങിന്റെയും കേന്ദ്രമായിരുന്നു ഇത്. തഹാവൂർ ഹുസൈൻ റാണി അടക്കം അജ്മൽ കസബ് അടക്കം മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടത്തിയ ഒരു കേന്ദ്രവും കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നത്. ഇത് തകർത്തതോടുകൂടി ജെയ്ഷെയുടെ ഉന്നത നേതൃത്വത്തിലുള്ള ആളുകളുടെ ആശയവിനിമയം ഏറെക്കുറെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. പാക് സൈന്യത്തിലെ ഉന്നതരും ISIയുമാണ് ജെയ്ഷെയ്ക്ക് ഇവിടെ അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ എത്തിച്ചു നൽകുന്നത് എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി കണക്കുകൂട്ടുന്നു.
ലോങ് റേഞ്ച് അൾട്രാസെറ്റുകൾ, ഡിജിറ്റൽ മൊബൈൽ റേഡിയോ തുടങ്ങിയ ഉപകരണങ്ങളിലൂടെ മാത്രമാണ് ഭീകരരുടെ ആശയവിനിമയം. സാധാരണയായി മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കുന്ന GSM, CDMA എന്നീ റേഡിയോ ഫ്രീക്വൻസി ബാൻഡുകളുമായി ബന്ധമില്ലാതെയാണ് ഈ അൾട്രാസെറ്റുകൾ പ്രവർത്തിക്കുന്നത്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് തുടങ്ങിയ പരമ്പരാഗതമായിട്ടുള്ള ആശയ സംവേദന രീതി ഒഴിവാക്കുന്നതിനു വേണ്ടി മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണിൽ പെടാത്ത കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി പലവിധ മാർഗങ്ങളാണ് ഇന്ന് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇസ്രായേൽ ഹമാസിനെ എങ്ങനെയാണ് തുരത്തിയത് എന്ന് നോക്കിക്കണ്ട് അതിൽ നിന്നും ഹോംവർക്കുകൾ ചെയ്ത് തന്നെയാണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ ഇന്ത്യക്ക് അവരെ ക്യാച്ച് ചെയ്യാൻ സാധിക്കുമെന്നവർ ഭയക്കുന്നു. പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളാണ് ഇവയെ നിയന്ത്രിക്കുന്നതെങ്കിലും പ്രക്ഷേപണത്തിന് ഉപയോഗിക്കുന്നത് ചൈനീസ് സാറ്റലൈറ്റുകളാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഭീകരരുമായി പങ്കിടുന്നതായും സൂചനയുണ്ട്. ഇതിലൂടെ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പെടാതിരിക്കാൻ സഹായിക്കുന്നുമുണ്ട്. ഇതിനെ വിപുലമായ ശൃംഖലയുടെ ആസ്ഥാനമാണ് സർജാലിലെ ആക്രമണത്തിലൂടെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. കാശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കൊടും ഭീകരനാണ് മസൂദ് അസർ. പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബെഹാവൽപൂർ ആസ്ഥാനമായ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവാണ് ഈ 56-കാരൻ. പാർലമെന്റ് ആക്രമണം മുതൽ പുൽവാമ ആക്രമണം വരെ നിരവധി കേസുകളിൽ ഇന്ത്യയുടെ നിത്യ തലവേദനയാണ് ഇയാള്. ജമ്മു കാശ്മീർ നിയമസഭാ മന്ദിരം, പത്താൻകോട്ട് വ്യോമതാവളം, ശ്രീനഗർ BSF ക്യാമ്പ് എന്നിവിടങ്ങളിലെ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ ഇവന്റെ തലയാണ്. 1994 ഫെബ്രുവരിയിൽ കാശ്മീരിലെ അനന്ത്നാഗിൽ അറസ്റ്റിലായ ശേഷം 5 വർഷം ഇന്ത്യയിലെ ജയിലിലായിരുന്നു. 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം പാക് ഭീകരർ കാണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയി യാത്രക്കാരെ ബന്ദികളാക്കിയതോടുകൂടി ഒമർ ഷെയ്ഖ്, മുഷ്താഖ് സർഗർ എന്നീ ഭീകരർക്കൊപ്പം ഈ മുഹമ്മദ് അസ്ഹറിനെയും മോചിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി. തുടർന്നാണ് അൽ-ഖ്വയ്ദ തലവനായിരുന്ന ഉസാമ ബിൻ ലാദന്റെ സഹായത്തോടുകൂടി ജെയ്ഷെ മുഹമ്മദ് എന്ന ഒരു ഭീകര സംഘടന സ്ഥാപിക്കുന്നത്, അതും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ കാശ്മീരി യുവാക്കൾ അടക്കമുള്ളവരുടെ റിക്രൂട്ട് ചെയ്തു ഇയാള്. ചാവേർ ആക്രമണ രീതി കാശ്മീരിൽ പരീക്ഷിച്ചത് മസൂദ് അസറിന്റെ നേതൃത്വത്തിലാണ്. മതപ്രഭാഷണങ്ങളിലൂടെ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. 2019 മെയ് 1-ാം തീയതി ആഗോള ഭീകരനായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇയാള്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ അസറിന്റെ ബന്ധുക്കളായ 10 പേര് കൊല്ലപ്പെട്ടു. ഏതാണ്ട് ഇവന്റെ അനുയായികളായിട്ടുള്ള 4 പേരും, അങ്ങനെ 14 പേര് കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബെഹവൽപൂരിലെ മർക്കസ് സുബ്ഹാനല്ലാഹിൽ നടന്ന വ്യോമാക്രമണത്തിൽ മസൂദ് അസറിന്റെ മൂത്ത സഹോദരി, ഭർത്താവ്, അനന്തരവന്റെ ഭാര്യ, അനന്തരവൾ, 5 കുട്ടികൾ എന്നിവർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അസറിന്റെ അടുത്ത 4 അനുയായികളും ഇതിനകത്ത് കൊല്ലപ്പെട്ടതാണ് അസറിനെ ഏറെ വേദനിപ്പിക്കുന്നത്. ഇനി ആരും ദയ പ്രതീക്ഷിക്കണ്ട എന്ന് മസൂദ് അസർ അതിനോട് പ്രതികരിച്ചു. പശ്ചാത്താപമോ നിരാശയോ ഭീതിയോ ഇല്ല എന്നും അസർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് വരുന്ന കമന്റുകൾ നീയും കൂടി പോയി ചത്തൂടടാ തെണ്ടി എന്ന രൂപത്തിലാണ്. കാരണം ഇന്ത്യക്ക് അത്രമാത്രം ശത്രുതയാണ് ഇവനോട്. യുവാക്കളെ ഭീകരപ്രവർത്തനങ്ങൾക്ക് പരിശീലനങ്ങൾ നൽകുന്ന മർക്കസ് സുബ്ഹാനല്ലയാണ് ഇന്ത്യ തകർത്തത്. മസൂദ് അസറിന് പുറമെ മുഫ്തി അബ്ദുൾ റൌഫ് അസ്ഗർ, മൗലാന അമ്മർ തുടങ്ങിയ ഭീകരരും അവരുടെ കുടുംബാംഗങ്ങളും തങ്ങിയിരുന്നത് ഇവിടെയാണ്. പഹൽഗാമിന് തിരിച്ചടി നൽകാൻ തീരുമാനിച്ച സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു മർക്കസ് സുബ്ഹാനല്ല. മർമ്മം നോക്കി തന്നെയാണ് ഇന്ത്യ കൃത്യതയോടുകൂടി തിരിച്ചടിച്ചത്. ഇവനൊക്കെ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇന്ത്യക്കകത്ത് വന്ന 5 വർഷം ഇന്ത്യയിലെ ജയിലിൽ കിടന്ന് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നിട്ട് അവര് സിനിമാ സ്റ്റൈൽ ഭീകരാക്രമണത്തിലൂടെ ഒരു വിമാനം തട്ടിയെടുക്കുന്നു. അതിനകത്തുണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി 3 ഭീകരരെ വിട്ടയക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ വിട്ടയച്ച് കിട്ടിയ ലൈഫ് വെച്ചിട്ട് എത്ര ജീവനുകളാണ് ഇവൻ എടുത്തത്? ഇവനെ പോലെയുള്ള കൊടും ഭീകരന്മാർക്ക് ഓശാന പാടുന്ന, ഇവനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്ന, നമ്മുടെ കമന്റ് ബോക്സുകളിൽ വന്ന് തെറി വിളിക്കുന്ന ഒരുപാട് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഭീകരർ ഈ രാജ്യത്തിനകത്തുണ്ട്. ആദ്യം നമ്മുടെ രാജ്യത്തിന്റെ അമരക്കാർ ചെയ്യേണ്ടത് ഈ കപ്പലിനകത്തുള്ള ഓട്ടയടയ്ക്കുക എന്ന വലിയ ദൗത്യമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിനകത്തുള്ള ഭീകരരെ തുരത്തിയെങ്കിൽ മാത്രമേ, ഇതിനകത്തുള്ള ഇന്ത്യ വിരുദ്ധരെ തുരത്തിയെങ്കിൽ മാത്രമേ ഈ രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് പോകൂ. നന്ദി.